സുഖേട്ടന്റെ ഓഫീസിലെ എഞ്ചിനീയറുടെ ഭാര്യയ്ക്ക് ഇതേ ടൈപ്പ് മാലയുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വീണുപോയി. ഇതേ വെറും ഓൾഡ് ഫാഷനാ. കല്യാണത്തിന്റെ അന്ന് നോക്കിയപ്പോ എന്റെ കഴുത്തിൽ മാത്രമേ ഈ പഴഞ്ച മാല. ഈ ഫാഷൻ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉണ്ടാവൂ. മാലയുടെ ഫാഷനെ പറ്റിയൊന്നും സുഖേട്ടനൊന്നും അറിയില്ല. ഇത് ഒരുക്കിയിട്ടേ ഒരു കരിമണി മാല പണിതാലോ എന്ന് ആലോചിക്കാം. കരിമണി? ആ, കറുത്ത മണികള് ഇങ്ങനെ ചെയിനിന്റെ ഇടക്കിടക്ക് പിടിപ്പിച്ചിട്ട്. ഒരുകൂടി സ്വർണം വേണ്ടി വരും. എന്താണ് ഈ കരിമണി മാല? ഞാൻ കണ്ടിട്ടില്ല. പണിപ്പിച്ച് തന്നാ കാണാലോ. അല്ലെങ്കിൽ ഈ മാല കഴുത്ത് കിടക്കട്ടെ, നമുക്ക് പുതിയ സ്വർണം വാങ്ങി പണിയിക്കാം. അതാ നല്ലത്. ഇനിയിപ്പോ പ്രീതിയുടെ കല്യാണത്തിനാവട്ടെ. അയ്യോ, അതുവരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. നീ ഭക്ഷണം എടുത്തു വെക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് പറ. ആലോചിക്കാന്നേ, നീ ചെല്ലു. പക്ഷെ എനിക്ക് ഓരോ കല്യാണാലോചന വന്നപ്പോഴും ഞാൻ അവനോട് പറഞ്ഞതാ വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറയാം. അപ്പൊ അവന് സമയമായിട്ടില്ല, ജോലിയില്ല, വീട്ടുകാരോട് പറഞ്ഞാൽ സമ്മതിക്കില്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഉഴപ്പി. എന്നിട്ട് എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ തേപ്പുകാരിയെ. പിന്നെ ഇത്രയും കാലം ഈ നാട് മുഴുവൻ എന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നു. അവന്റെ കഴിവുകേടുകളും പരാജയങ്ങളും എന്റെ തലയിൽ കെട്ടിവെച്ചു. അവൻ പറഞ്ഞു പറഞ്ഞു കൂടെ പഠിച്ച ഒരാൾ പോലും എന്നോട് മിണ്ടാതായി. ഒരു ഗെറ്റ് ടുഗദറിന് പോലും പോകാൻ പറ്റാണ്ടായി. ഈ ജീവിതം ഇതും ഇങ്ങനെ.